കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 സബ്മിഷൻ നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട്. ബഹു അംഗം ശ്രീമതി കെ ശൈല ടീച്ചർ 10/2/2025 ശ്രീ KV സുമേഷ് 12/3/2025 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 17/3/2025 നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശ്രീമതി കെ ശൈല ടീച്ചർ സഭയിൽ ഹാജരാകുന്നില്ല എന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സബ്മിഷൻ അവതരിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം മുൻകൂട്ടി നോട്ടീസ് നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അംഗം ശ്രീ KV സുമേഷിന് കൂടി സംസാരിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേ നിലവിലുള്ള 3050 മീറ്ററിൽ നിന്നും 4000 മീറ്ററായി ദീർഘിപ്പിക്കുന്നതിന് 245.33 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് ഉള്ള പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ 17/9/2020 സർക്കാർ പുറപ്പെടുവിച്ചു. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ. സാർ, ഇത് തലശ്ശേരി താലൂക്കിലെ കീഴല്ലൂർ ദേശത്തും കാനാട് ദേശത്തുമായിട്ടാണ് ഈ ഭൂമി കിടക്കുന്നത്. സാർ, 168 വീടുകളും ബലഭൂയിഷ്ടമായ മണ്ണുമുള്ളൊരു കാർഷിക മേഖലയായിരുന്നു ഈ പ്രദേശം. സാർ, അതിൻ്റെ വിജ്ഞാപനത്തിന് പുറപ്പെടുവിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ട് സമാനതകളില്ലാത്ത ദുരിതമാണ് ഈ പാവപ്പെട്ടവർ അനുഭവിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഇറങ്ങിയതിനാൽ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ഒരു ലോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല. ഏകദേശം 30 ഏക്കറോളം കൃഷിഭൂമി വിമാനത്താവളത്തിൽ നിന്ന് ഒഴുകി വന്ന പാറക്കഷ്ണങ്ങളും ചെളിയും നിറഞ്ഞ് നശിച്ചുപോയി. പ്രദേശവാസികളായ കർഷകരുടെ ഉപജീവന മാർഗം നിലച്ചു. 8 വീടുകൾ പൂർണ്ണമായി തകർന്നു. 2017 വിമാനത്താവളത്തിൻ്റെ ചുറ്റുമതിൽ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന് 7 വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. സർ, ഭൂമിയിൽ നിലവിൽ ഇപ്പോൾ കൃഷി ചെയ്യാനൊന്നും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അന്നെടുത്ത ലോണുണ്ട്, ഇത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ്. ആ ലോൺ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഉപജീവന മാർഗം പോയി. ഇപ്പോൾ വർഷങ്ങളായുള്ള പലിശയും ചേർത്ത് ലോൺ റിക്കവറി നടത്തുന്നതിനായിട്ട് ജപ്തി നോട്ടീസുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ആർക്കും ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. സർ, ഇതുവരെ അന്തിമ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിൻ്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും 5 തവണ കാലാവധി ദീർഘിപ്പിച്ച് നൽകിയാണ് സർക്കാർ ചെയ്തത്. പക്ഷെ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 162 കുടുംബങ്ങൾക്ക് 10 സെൻറ്റ് ഭൂമി വീതം നൽകി പുനരധിവസിപ്പിക്കുന്നതിന് 14 ഹെക്ടറിലധികം ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനും ഒരു നടപടിയും ആയിട്ടില്ല. അവിടെ താമസിക്കാനും പറ്റുന്നില്ല, വേറെ ഭൂമി കിട്ടുന്നുമില്ല, പണവും കിട്ടുന്നില്ല, ജപ്തിയായി എന്നുള്ള സ്ഥിതിയാണ്. സർ, ഇതെല്ലാം കൂടി പരിഗണിച്ച് ഏറ്റെടുക്കൽ വൈകിയത് മൂലമുണ്ടായ ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും കൂടി പരിഗണിച്ച് അധിക നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും സമയബന്ധിതമായി പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനും ഫൈനൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിച്ച് ഇത് ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കുന്നതിനും അങ്ങയുടെ ജില്ല കൂടിയാണ്, ശ്രമിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ശ്രീ KV സുമേഷ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമ്മുടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേ 4000 മീറ്ററായി ഉയർത്തുക എന്ന വളരെ ശ്രദ്ധേയമായൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷവും നമ്മുടെ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തുകയും അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തുകയും ചെയ്തതാണ്. സാർ, ഇവിടെ പറഞ്ഞ പോലെ കാനാട് കീഴല്ലൂർ മേഖലയിൽ 245 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ അതിർത്തിയിൽ താമസിക്കുന്ന ഇതിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 25 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്തു. കീഴല്ലൂർ കൂടാളി പഞ്ചായത്തുകളിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും 36 ഏക്കർ ഏറ്റെടുക്കുകയുണ്ടായി. അവിടെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമിയുടെ വാല്യുവേഷൻ നടപടികൾ പൂർത്തിയായിട്ടില്ല. നമ്മുടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ സാർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഒട്ടേറെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും വീടുകളുടെ പുനരുദ്ധാരണത്തിനുമെല്ലാം ചില പ്രയാസങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ശക്തമായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വേണ്ടിയിട്ടുള്ള വികസനത്തിൻ്റെ ഒട്ടേറെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മണ്ഡല MLA എന്ന ശൈല ടീച്ചറും ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ പ്രായോഗികമായി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇതൊരു ഗൗരവമായ വിഷയം തന്നെയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിട്ടുള്ളതാണ്.
ബഹുമാന്യായ മട്ടന്നൂർ നിയമസഭാംഗം ശൈലജ ടീച്ചർ ഏറെക്കുറെ നിരന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നൊരു പ്രശ്നവുമാണ്. അതിൻ്റെ ഭാഗമായി ചില നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു യോഗം അതുമായി ബന്ധപ്പെട്ട് ചേരാൻ നിശ്ചയിച്ചിട്ടുമുണ്ട്. അതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി ഒന്നാം ഘട്ടമായി 1113.33 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കിയാലിന് കൈമാറിയിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി 804.37 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയുമാണ്. വിമാനത്താവള വികസനത്തിൻ്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് 1970.05 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളാരി കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട 21.81 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രക്ക് കൈമാറിയിട്ടുണ്ട്. കീഴൂർ പട്ടാനൂർ വില്ലേജുകളിൽപ്പെട്ട 202.34 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുകയും തുടർ നടപടി സ്വീകരിച്ചു വരികയുമാണ്. വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ നീളം 4000 മീറ്ററായി ദീർഘിപ്പിക്കുന്നതിന് കീഴല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ട 245.33 ഏക്കർ ഭൂമി നോട്ടിഫൈ ചെയ്തിരുന്നു. റൺവേ എക്സ്റ്റൻഷന് 750 കോടി രൂപയും പുനരധിവാസത്തിന് 150 കോടി രൂപയും ഉൾപ്പെടെ 900 കോടി രൂപയുടെ നിർദ്ദേശം കണ്ണൂർ ജില്ലാ കലക്ടർ സമർപ്പിച്ചിരുന്നു. ഇത് സർക്കാരിൻ്റെ പരിശോധനയിലാണ്. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് പദ്ധതി പ്രദേശത്തെ കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും മൂല്യനിർണ്ണയം നടത്തുന്നത്. 39 നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട്. ഈ ഇനത്തിൽ 3,70,466 രൂപ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. അവശേഷിക്കുന്ന 162 നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന മുറക്ക് തുക അനുവദിക്കുന്നതാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഒരു പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിമാനത്താവളത്തിൻ്റെ കാറ്റഗറി 1 ലൈറ്റിങ്ങിനായി ഏറ്റെടുത്ത ഭൂമിയോട് അടുത്ത് കിടക്കുന്ന 5 കുടുംബങ്ങളുടെ 71.85 സെൻറ്റ് ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ 4.32 കോടി രൂപ റിലീസ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 14 കുടുംബങ്ങളുടെ കൈവശ ഭൂമിയും വസ്തുവകകളും ഏറ്റെടുക്കുന്നതിനും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി വിശദമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിന് സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. സമയബന്ധിതമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടാകും.